നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ചില സന്നദ്ധ സംഘടനകൾ ചേർന്ന് ഒരു വീട് പണിത് നൽകിയിരുന്നു. എന്നാൽ ഈ വീട് പണിയാൻ വേണ്ടി സ്ഥലം നൽകിയത് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്ഥലത്തിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് രേണു സുധിക്ക് നേരിടേണ്ടി വരുന്നത്. വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലി രേണുവിനെതിരെ ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ്. എന്നാൽ ആരോപണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ലായിരുന്നു പ്രശ്നങ്ങൾ. കൊല്ലം സുധിയുടെ മക്കൾക്കായി ദാനം നൽകിയ ഭൂമിയുടെ ആധാരം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ഇപ്പോൾ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന രേണു സുധി നിരന്തരമായി തന്നെ അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്തതായിട്ടാണ് ബിഷപ്പ് ഇപ്പോൾ പറയുന്നത്. അത് തന്നെയാണ് നിയമ നടപടികൾ സ്വീകരിക്കാനുണ്ടായ കാരണമത്രേ. രേണു സുധിയുടെയും മൂത്ത മകൻ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസിന്റെയും പേരിലാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നതും. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് രേണു സുധി. സുധിചേട്ടന്റെ മരണത്തിന് ശേഷം ചില സന്നദ്ധ സംഘടനകളും ബിഷപ്പ് നോബിൾ ഫിലിപ്പും ചേർന്നാണ് അതിമനോഹരമായ ഒരു വീട് പണിത് നൽകാമെന്നുള്ള തയ്യാറെടുപ്പിലേക്ക് എത്തിയത്. ഒട്ടും വൈകാതെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വീട് പണി നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് രേണു സുധി ആ വീടിന്റെ പേര് ചേർത്തുകൊണ്ട് ചില പരിഭവങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച രേണുവിന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട്. ഇവരോടായിരുന്നു രേണുവിന്റെ ചില തുറന്നു പറച്ചിൽ. വീട്ടിൽ ചോർച്ചയുണ്ട് എന്നൊക്കെയായിരുന്നു രേണുവിന്റെ പ്രധാന പരാതി. ഇതൊക്കെ തന്നെയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് പിന്നീട് നയിക്കുകയും ചെയ്ത്. ഇപ്പോൾ ഇതാ ബിഷപ്പ് നോബിൾ ഫിലിപ്പും രേണുവിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. രേണുവിന് നൽകിയ സ്ഥലം തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. രാഹുൽ ദാസിന്റെയും ഋതപ്പന്റെയും പേരിലായിരുന്നു നോബിൾ ഫിലിപ്പ് സ്ഥലം അംഗീകരിച്ചു നൽകിയത്. എന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും അരങ്ങിയതിനെ തുടർന്ന് ഇനി ആ സ്ഥലം അവർക്ക് നൽകേണ്ടതില്ല എന്നും അർഹപ്പെട്ടിട്ടില്ല എന്നും തന്നെയാണ് നോബിൾ ഫിലിപ്പ് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നോബിൾ ഫിലിപ്പ് പരാതി നൽകിയിരിക്കുകയാണ്, കേസെടുത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗതാഗതികൾ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് രാഹുൽ ദാസും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നെ ഇതിലോട്ട് വലിച്ചിഴക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ സ്ഥലം തരേണ്ടതില്ലായിരുന്നു. തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ദാസും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ടും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ രംഗത്തെത്തിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.